നമസ്കാരം. കൗണ്ടർ പ്രസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് റോയൽ വൈറ്റ്സിനെ കുറിച്ചാണ്. റയൽ മാഡ്രിഡ് തന്നെയാണ് പറഞ്ഞു വരുന്നത്. 2 ദിവസം മുന്നേ അത്ലറ്റിക് ബിൽബാവോക്കെതിരെ ഒരു മാച്ച് ഉണ്ടായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി അത് തോൽക്കുന്നുണ്ടായിരുന്നു. 2-1 സ്കോർ ലൈൻ. പക്ഷെ ആ മാച്ചിൽ ആകെ നേടിയ ഒറ്റ ഗോള് ഒരു നല്ലൊരു ഗോളായിട്ട് എനിക്ക് തോന്നി. അതിൽ കുറച്ച് ടെക്നിക്കലും ടാക്ടിക്കലും ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യുന്നത്. വീഡിയോയ്ക്ക് തന്നെ അടക്കാം. ഷേപ്പിലേക്ക് വരുമ്പോഴോ കോമൺ സാധനം പരിപാടി 4-4-2 അത്ലറ്റിക് ബിൽബാവോ ബിഹൈൻഡ് ദ ബോൾ ആണ് എല്ലാവരും ഇരിക്കുന്നത്. ലൂക്ക മോഡ്രിച്ച് ആണ് ഇപ്പോ സെന്റർ ബാക്കിന്റെയും റൈറ്റ് ബാക്കിന്റെയും ഇടയിൽ നിന്നിട്ട് ആ ബോൾ പാസ് ചെയ്ത് തുടങ്ങുന്നത്. അതായത് ഇൻ പൊസിഷനിലാണ് അവർ നിൽക്കുന്നത്. അങ്ങനെ മുന്നിലുള്ള പ്ലെയർക്ക് ഒരു പാസ് കൊടുക്കുകയാണ്. ആ പാസ് റിസീവ് ചെയ്തിട്ട് അവിടുന്ന് ഒരു ടേൺ നടത്തുന്നുണ്ട്. ചെറിയൊരു ടേൺ നടത്തിയിട്ട് ആ ടേൺ നടത്തുമ്പോൾ അദ്ദേഹത്തിന് 3 പ്ലേയേഴ്സ് ചുറ്റുമുണ്ട്. ഇനി ഇതില് ബെല്ലിംഗത്തിന് ശ്രദ്ധിക്കുക. സോ ഇവിടെയാണ് ഇപ്പോ ബെല്ലിംഗം ഉള്ളത്. ബെല്ലിംഗം ഒരു പാസിംഗ് ഓപ്ഷൻ ആവാൻ വേണ്ടിയിട്ട് അതിന്റെ ഇടയിൽ, അതായത് 2 പ്ലേയേഴ്സ് മാർക്ക് ചെയ്തിട്ടുള്ള 2 പ്ലേയേഴ്സിന്റെ ഇടയിൽ വന്നിട്ട് ഒരു പാസിംഗ് ഓപ്ഷൻ ആവാണ്. അങ്ങനെ ബെല്ലിംഗം ആ പാസ് റിസീവ് ചെയ്തിട്ട് ഫസ്റ്റ് ടച്ചിൽ തന്നെ തിരിച്ച് സെന്റർ ബാക്കിന് കളിക്കുകയാണ്. സോ അങ്ങനെ ആ പാസ് കൊടുക്കുമ്പോൾ ഇനി അത്ലറ്റിക് ബിൽബാവോയുടെ ഷേപ്പ് നോക്കാം. കാരണം 4-4-2 തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷേ മുന്നുണ്ടായിരുന്ന ഷേപ്പിനേക്കാളും ഇപ്പൊ ഒരു വ്യത്യാസം വന്നു. കാരണം നമ്മൾ വെറുതെ വിചാരിക്കും ബെല്ലിംഗം ഇങ്ങോട്ട് വന്നിട്ട് പാസിംഗ് ഓപ്ഷൻ ആയിട്ട് പാസ് കൊടുക്കുമ്പോൾ ചുമ്മാ അടുത്തൊരു പാസ് ആയിരിക്കും. പക്ഷെ ഇത് അങ്ങനെയല്ല. കാരണം ബെല്ലിംഗം തന്നോടൊപ്പം അത്ലറ്റിക് ബിൽബാവോയുടെ ഒരു പ്ലെയറെ വലിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. സോ ഇത് വലിച്ചുകൊണ്ട് വന്നപ്പോ നോക്കിയേ, ഈ ഒരു ഭാഗത്ത് ഒരു ഓവർലോഡ് വന്നു. ഒട്ടുമിക്ക പ്ലേയേഴ്സും ഇവിടെയാണ്. പക്ഷെ ഇതിന്റെ അപ്പുറത്തേക്ക് നോക്കി കഴിഞ്ഞാൽ വലിയൊരു സ്പേസ് അവിടെ ഉണ്ട്. അങ്ങനെ ആ സ്പേസിലേക്ക് വാൽവെർഡെ സ്റ്റെപ്പ് ഇൻ ചെയ്യണം. പക്ഷെ വാൽവെർഡയ്ക്ക് എന്തറിയാം, വാൽവെർഡയുടെ പിന്നില് ചുമേനി ഒരു ഓപ്ഷൻ ആയിട്ടുണ്ട്. സോ ആ പാസ് നേരെ വാൽവെർഡയ്ക്ക് വരുമ്പോ വാൽവെർഡെ അത് ഡമ്മി ചെയ്യാണ്, തൊടുന്നേ ഇല്ല, ലീവ് ചെയ്ത് കൊടുക്കുന്നു. നേരെ ചുമേനിയെ റിസീവ് ചെയ്യുന്നു. ചുമേനി ലെഫ്റ്റിലേക്ക് നോക്കുമ്പോൾ ചുമേനിക്ക് ഓപ്ഷൻ ആയിട്ട് എംബാപ്പെ ആണ് ഉള്ളത്. അപ്പൊ ഒരു പാസ് എംബാപ്പയ്ക്ക് കൊടുക്കുന്നുണ്ടെങ്കിൽ അതൊരു 1v1 സിറ്റുവേഷൻ ആയിരിക്കും. ആൻഡ് 1v1 ഒട്ടുമിക്ക സമയത്തും എംബാപ്പെ ഡെഡ്ലിയാണ്. സോ എന്ത് ചെയ്യുന്നു, ചുമേനി ആ ഓപ്ഷൻ നടത്തുന്നു. സോ ആ ഒരു സ്പ്ലിറ്റ് മൊമെന്റ് മതി എംബാപ്പയ്ക്ക് ഒരു ഡിസിഷൻ എടുക്കാൻ. അത് തന്നെ സംഭവിച്ചു. എംബാപ്പെ കട്ട് ഇൻസൈഡ് ചെയ്തു. ഇൻസൈഡ് കട്ട് ചെയ്തിട്ട് ഷോർട്ട് ഓൺ ഗോൾ ഒരെണ്ണം കൊടുക്കുകയാണ്. ഇനി ഇപ്പുറത്തെ സൈഡിലേക്ക് വരുമ്പോൾ പ്ലേയുടെ ബെല്ലിംഗത്തിന് നോക്കി നോക്കിയാൽ, നേരത്തെ ഒരു പാസിംഗ് ഓപ്ഷൻ ആയിട്ട് നിന്ന ബെല്ലിംഗം ഇപ്പോ ഒരു ക്രോസിങ്ങിന് വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ ആവാൻ വേണ്ടിയിട്ട് അഡ്വാൻസ് ചെയ്യണം. അതോടൊപ്പം തന്നെ അത്ലറ്റിക് ബിൽബാവോന്റെ ലെഫ്റ്റ് ബാക്കിന്റെ ബ്ലൈൻഡ് സൈഡിൽ ഒരു റണ്ണ് നടത്തണം. ആ റണ്ണ് സ്റ്റോപ്പ് ചെയ്യണമില്ല. എംബാപ്പയുടെ ഷോട്ട് കീപ്പർ സേവ് ചെയ്യുന്നു. സേവ് ചെയ്തിട്ട് വരുന്ന റീബൗണ്ടിന് നേരെ ബെല്ലിംഗം ചെന്നിട്ട് അത് ഫിനിഷ് ചെയ്യാണ്. ഇനി മിസ്റ്റേക്സിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ, മിസ്റ്റേക്സ് എന്നല്ല, ഐഡിയലി നമുക്ക് ഇങ്ങനെ ആയിരുന്നെങ്കിൽ എന്നാലോചിക്കുന്ന കുറെ കാര്യങ്ങളുണ്ടാവും. ഒരു ഷേപ്പിൽ, ഡിഫെൻസീവ് ആയിട്ടുള്ള ഷേപ്പിൽ ഇങ്ങനെ ആയിരുന്നെങ്കിൽ കുറച്ചും കൂടെ കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ എളുപ്പമായിരുന്നതാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഷേപ്പ് കണ്ടില്ല, അതായത് ബെല്ലിംഗം ആ ഒരു സ്പേസ് ലീവ് ചെയ്തിട്ട് പാസിംഗ് ഓപ്ഷൻ ആവാൻ വന്നപ്പോ അത്ലറ്റിക് ബിൽബാവോയുടെ ഒരു മിഡ്ഫീൽഡറും അവരുടെ റൈറ്റ് വിംഗറും തമ്മിൽ വലിയൊരു ഡിസ്റ്റൻസ് വന്നു. ആ സ്പേസിലൂടെയാണല്ലോ പാസ് പോയത്. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഐഡിയലി നമുക്ക് വേണ്ടത് ഈ കാണുന്ന ഫോർവേഡ് പ്ലെയർ അല്ലേ, ആള് ഡ്രോപ്പ് ഇൻ ചെയ്യും ആ ലൈനിലേക്ക്. സോ ലിറ്ററലി നമ്മൾ ഒരു 4-5-1 എന്നുള്ള രീതിയിലേക്ക് നീങ്ങും. ഇങ്ങനെ സംഭവിക്കുന്നതിന്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ബേസിക് ആയിട്ടുള്ള പ്രിൻസിപ്പിൾ ആണ് നത്തിങ് കംസ് ത്രൂ ദ മിഡിൽ എന്ന് പറയുന്നത്. ഒട്ടുമിക്ക കോച്ചസും ഫോളോ ചെയ്യുന്ന ഒരു പ്രിൻസിപ്പിൾ ആണത്. സോ ഇങ്ങനെ വരുമ്പോൾ ആകെ ഒരു പാസിംഗ് ഓപ്ഷൻ എന്ന് പറയുന്നത് അപ്പുറത്തെ സെന്റർ ബാക്ക് ആയിരിക്കും, റൂഡ്രിഗർ. ഇനി എംബാപ്പയിലേക്ക് ആ ബോൾ എത്തണം എന്നുണ്ടെങ്കിൽ ഒന്നില്ലെങ്കിൽ റൂഡിഗറിലേക്ക് പോയിട്ട് നേരെ അവിടെ നിന്ന് പാസിംഗ് ഓപ്ഷൻ വരണം. പക്ഷെ അതും പാസിംഗ് ലൈൻ കട്ട് ചെയ്യാനായിട്ട് റൈറ്റ് വിംഗർ സാധിക്കും. അല്ലെങ്കിൽ പിന്നെ നേരെ അവർ ലെഫ്റ്റ് ബാക്കിലേക്ക് പോയി പിന്നെയും കറക്കി നേരെ എംബാപ്പയിലേക്ക് എത്തണം. പക്ഷെ അത് കുറച്ചും കൂടിയും ത്രെറ്റ് കുറവുള്ള പരിപാടിയാണ്. കാരണം ഡിഫെൻസീവായിട്ട് നമ്മളുടെ മൊത്തം ടീമിന് ഷിഫ്റ്റ് ചെയ്യാനുള്ള സമയം കിട്ടും, ബോളിന്റെ പിന്നിലേക്ക് വരാനുള്ള സമയം കിട്ടും. സൈഡ് ലൈൻ നമുക്ക് ഒരു എക്സ്ട്രാ ഡിഫൻഡർ ആയിട്ട് യൂസ് ചെയ്തിട്ട് നമുക്ക് പ്രസ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഒരുപാട് ഗുണങ്ങൾ അതിലുണ്ട്. പിന്നെ ഇവരുടെ റൈറ്റ് വിംഗറെ നോക്കിയാൽ കാണാം, എംബാപ്പേനെ ക്ലോസ് ഡൗൺ ചെയ്യാനായിട്ട് ലേറ്റ് ആവും, സപ്പോർട്ട് കൊടുക്കണ്ടേ. അതായത് റൈറ്റ് ബാക്ക് 1v1 സോ ആ ഒരു സിറ്റുവേഷനിൽ എത്രയും പെട്ടെന്ന് ട്രാക്ക് ബാക്ക് ചെയ്തിട്ട് എംബാപ്പെ റൈറ്റ് ഫുട്ടഡ് ആണ്. സോ സ്ട്രോങ് ഫുട്ടാണ് എംബാപ്പയുടെ റൈറ്റ് ഫുട്ട് എന്ന് പറയുന്നത്. ഒട്ടുമിക്ക സമയങ്ങളിലും കട്ട് ഇൻസൈഡ് ചെയ്യാനുള്ള പരിപാടിക്ക് സാധ്യതയുണ്ട്. അപ്പോൾ ഏറ്റവും ആദ്യം ചെയ്യുന്നത് ട്രാക്ക് ബാക്ക് ചെയ്യാനുള്ള സ്പ്രിന്റും പരിപാടിയാണ്. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷെ ആ ക്രോസിനെ ബ്ലോക്ക് ചെയ്യാനുള്ള പരിപാടിയിലേക്ക് നമുക്ക് നീങ്ങാനും പറ്റിയാണ്. പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, ഇതിൽ നിങ്ങൾക്ക് ബാക്ക് ലൈനെ നോക്കിയാൽ കണ്ടാൽ അറിയാം, പലരും ബോൾ വാച്ചിങ്ങിൽ പരിപാടിയിൽ പെട്ടുപോയിരിക്കാം. കാരണം
ബെല്ലിങ്ങും ആ ഒരു റണ്ണ് നടത്തുന്നത് അവർ ലെഫ്റ്റ് ബാക്ക് കാണുന്നില്ല. ഒരു സ്കാനോ ഒന്നും അദ്ദേഹം ചെയ്യുന്നില്ല. ഐഡിയലി നമുക്ക് സ്കാൻ ചെയ്തുകൊണ്ടിരിക്കണം എവിടെയാണ് റണ്ണ് വരുന്നത്, ആരൊക്കെ ഫോളോ ചെയ്യുന്നുണ്ടെന്നുള്ളത്. പിന്നെ റീബൗണ്ട് എപ്പോഴും എക്സ്പെക്ട് ചെയ്യണം. ആസ് എ ഡിഫൻഡർ നിങ്ങളെ പരിപാടി ഇതാണ്, റീബൗണ്ട് എന്തായാലും എക്സ്പെക്ട് ചെയ്തേ പറ്റൂ, നമ്മളത് കവർ ചെയ്തേ പറ്റുള്ളൂ. അത് അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റാതായി വരുന്നു. സോ ഇങ്ങനത്തെ കുറേയധികം ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട്. ഇതെല്ലാം കൂട്ടി കൂട്ടി വെക്കുമ്പോൾ ഒരു വലിയ തെറ്റ് എന്ന് പറയാൻ പറ്റില്ല, ഒരു വലിയ ഇൻസിഡന്റ് ആയിട്ട് മാറിത്തീരും. ഇത് മാത്രം ആയിരിക്കണം എന്നില്ല. പറഞ്ഞ പോലെ വേറൊരു ദിവസമായിരുന്നെങ്കിൽ ചിലപ്പോൾ ഗോൾ കീപ്പറുടെ സേവ് ഫേർദർ വൈഡ് ആയിട്ട് പോയനെ, റീബൗണ്ട് ചിലപ്പോൾ ഒരു ഡിഫൻഡറിലേക്ക് വന്നു വീണനെ. സോ അടിച്ചമർത്തി ആരെയും കുറ്റപ്പെടുത്താനൊന്നും നമുക്ക് കഴിയില്ല. ഇത് ഇങ്ങനെ ആയിരുന്നെങ്കിൽ എന്നുള്ള രീതിക്ക് നമുക്ക് വിലയിരുത്താൻ പറ്റുള്ളൂ. അഭിപ്രായങ്ങൾ മാത്രമാണ്. എന്നിരുന്നാലും ഇനിയുള്ള ഗെയിമുകളിലൊക്കെ ഓരോന്നും ശ്രദ്ധിക്കുക. എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ അറിയിക്കുക. താങ്ക് യു.